മത്സരത്തിൻ്റെ തത്സമയ കളി വിവരണവുമായി ഞാൻ സി അഭിലാഷ് ആൻഡ് സൗപർണികയുടെ ടച്ചോടുകൂടി ഈ മത്സരം ആരംഭിക്കുകയാണ്. ആണ് ആൻഡ് ദർശിനി ഇടത് വിങ്ങിൽ കൂടി നല്ലൊരു കട്ട് പാസ് ആണ് അവിടെ ആര്യയിലേക്ക്. ആര്യ ആൻഡ് മാനസ കൃത്യമായി തന്നെ കീപ്പർ കൈപ്പിടിയിൽ ഒതുക്കിക്കൊണ്ട് വൺ ടച്ച് പാസ് കളിക്കാനുള്ളൊരു ശ്രമം സോന. ഒരു പെനട്രേഷൻ പാസ് കൊടുക്കുന്നു ആൻഡ് ഗോൾ കീപ്പർ മിസ്സിംഗ് ആണ് അവിടെ. ആൻഡ് ആര്യ ഗോൾ നമ്പർ 1 ഗോകുലം കേരള FC. മത്സരത്തിൻ്റെ 13ാമത്തെ മിനിറ്റിൽ നേടുന്ന അവിടെ ഗോൾ കീപ്പറുടെ ഒരു പിഴവാണ് ഗോകുലം കേരള FCക്ക് ആദ്യ ഗോൾ സമ്മാനിക്കുന്നതും. നോക്കുക, നല്ലൊരു പെനട്രേഷൻ പാസ്സാണ് ആര്യയ്ക്ക് മേൽ വെച്ച് നൽകിയതും. ഗോൾ കീപ്പർ തടയാൻ ശ്രമിച്ചെങ്കിലും കഴിയുന്നില്ല. അതിനിടയിൽ തന്നെ ആര്യ അനായാസം പോസ്റ്റിലേക്ക് നിറയൊഴിക്കുകയാണ്. ആര്യ നേടുന്നു. നല്ല രീതിയിലുള്ള ഡ്രിബ്ലിംഗ് സ്കിൽസുകളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ബേബി ഗോൾ നമ്പർ 2 ഗോകുലം കേരള FC. ബേബിയുടെ പേരിൽ കുറിക്കപ്പെടുന്ന 4ാമത്തെ ഗോളായി മാറുകയാണ് ഈ ഒരു അവസരത്തിൽ. നിലവിൽ ഗോകുലം കേരള FCക്ക് 2 ഗോളുകൾ നേടാൻ സാധിക്കുന്നു. മത്സരത്തിൻ്റെ 21ാമത്തെ മിനിറ്റിലാണ് 2ാമത്തെ ഗോൾ ഗോകുലം കേരള FC നേടുന്നത്. ഈ ഗോളിൻ്റെ പുറകിലും ദർശിനി തന്നെയായിരുന്നു. ഈസിയായി ഗോൾ വലയിൽ എത്തിക്കുന്ന കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കീപ്പറുടെ സൗപർണിക ഒരു 1 vs 1 സിറ്റുവേഷൻ. സൗപർണിക ഫൗൾ. ഒരു റെഡ് കാർഡിനുള്ള എല്ലാ വകുപ്പും ഉണ്ട് അവിടെ. ചുവപ്പ് കാർഡാണ് ദുർഗയ്ക്ക് ലഭിക്കുന്നത്. ഈസ്റ്റ് കേരള വുമൻസ് ലീഗ് 2024-2025 സീസണിൽ കുറിക്കപ്പെടുന്ന 4ാമത്തെ ചുവപ്പ് കാർഡാണ് ദുർഗയുടെ പേരിൽ വരുന്നത്. ഒരു ഫ്രീ കിക്ക് ലഭിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ. സൗപർണികയെ ഫൗൾ ചെയ്തതിനെ തുടർന്നാണ് ദുർഗയ്ക്ക് ചുവപ്പ് കാർഡ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്. സോ ദുർഗയുടെ പേരിൽ കുറിക്കപ്പെടുന്ന ആദ്യത്തെ ചുവപ്പ് കാർഡാണ്. ദർശിനി ടു ഹെർമിലൻ കൗർ ആൻഡ് മാനസയുടെ ഒരു ക്രോസിനുള്ളൊരു ശ്രമം. മാനസ ബ്യൂട്ടി ക്രോസ് കൊടുക്കാനുള്ള ശ്രമം. ഗോൾ നമ്പർ 3 ഗോകുലം കേരള FC. മത്സരത്തിൻ്റെ 75ാമത്തെ മിനിറ്റിലാണ് 3ാമത്തെ ഗോൾ ഗോകുലം കേരള FCയുടെ പേരിൽ കുറിക്കപ്പെടുന്നത്. മാനസയുടെ ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ് 3ാമത്തെ ഗോൾ ഗോകുലം കേരള FCക്ക് സമ്മാനിക്കുന്നതും. മാനസയുടെ നല്ലൊരു ക്രോസാണ് അവിടെ. ആശയക്കുഴപ്പമാണ് ശരിക്കും സംഭവിച്ചത്. ഗോൾ കീപ്പർക്കും ഡിഫൻഡർമാർക്കും ഇടയിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു പാസ്സാണ് അവിടെ പോയതും. അനായാസം ലെഫ്റ്റ് ഫുട്ടിൽ നല്ലൊരു ക്രോസ് കൊടുക്കാനുള്ള ശ്രമമായിരുന്നു. പക്ഷേ ഗോൾ കീപ്പറും ഡിഫൻഡറും തമ്മിലുള്ള ആശയക്കുഴപ്പം കാരണമുള്ള എല്ലാ ശ്രമവും അവിടെ നടത്തുന്നുണ്ട്. ആൻഡ് ഫൈനൽ വിസിൽ വന്നിരിക്കുകയാണ്. എതിരില്ലാത്ത 3 ഗോളിന് ഗോകുലം കേരള FC വിജയിച്ചിരിക്കുകയാണ് ഈ മത്സരത്തിൽ ലോർഡ്സ് ഓഫ് കൊച്ചിക്കെതിരെ.